യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് വാഴ്ത്തുന്നു. നന്ദി കർത്താവേ, നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. വരാമരുന്ന ആപത്ത് അനർത്ഥങ്ങൾ എന്നൊക്കെയും കർത്താവ് നമ്മെ വിടുവിച്ച് അതിശയമായി അത്ഭുതമായി നടത്തിയ എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകൽക്കാലവും ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ കൈവിട്ട് കഴിഞ്ഞാലും കൈവിടാത്ത അരുമരക്ഷ നമ്മുടെ കൂടെയുണ്ട്. ആ ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കാം ഈ പകൽക്കാലം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നമ്മേക്കാൾ നന്നായിട്ട് അറിയുന്ന ദൈവം ഒന്നിനൊരു മുടക്കം വരുത്താതോണം ദൈവം നമ്മെ ജയത്തോടെ ആത്മീയത്തിലും ഭൗതികത്തിലും നമ്മെ സമ്പന്നനാക്കി ദൈവം നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ആമേ. സ്തോത്രം. നിങ്ങളെ അവഗണിച്ചവരുടെ നടുവി ദൈവം നിങ്ങളെ പരിഗണിക്കും. പ്രിയ ദൈവ പൈതലെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകണ്ട, ആകുലപ്പെട്ടു പോകണ്ട. ദൈവം നിങ്ങളെ പരിഗണിക്കും. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പോടെ ഈ പകൽക്കാലം ദൈവ പാദപീഠത്തിലായിരിക്കുക. നിങ്ങളെ അവഗണിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ ഒഴിവാക്കിയവരുടെ മുമ്പിൽ, നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ എന്റെ സർവശക്തനായ ദൈവം നിങ്ങളെ പരിഗണിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ദൈവം ഒരുവനെ പരിഗണിക്കുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ലോകം അവനെ പരിഗണിക്കത്തില്ല, അവനെ തള്ളിക്കളയും. കാരണം എന്താ? സ്തോത്രം. ലോകത്തിന് അവനെ അംഗീകരിക്കുവാനായിട്ട് കഴിയില്ല. അവന്റെ മേൽ പകരപ്പെടുന്നത്, അവന്റെ മേൽ കൈമാറിയിരിക്കുന്ന നിയോഗം. സ്തോത്രം. പക്ഷേ തക്ക സമയത്ത് ദൈവം അവനെ പരിഗണിക്കുവാനായിട്ട് ഇടയായി തീരുക. ഒഴിവാക്കിയവരുടെ നടുവിൽ, നിന്ദിച്ച് തള്ളിയവരുടെ മധ്യത്തിൽ മാനിച്ചുയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വാസത്തോടെ ആയിരിക്കുക. നിങ്ങളെ അവഗണിച്ചവരുടെ നടുവിൽ ദൈവം നിങ്ങളെ പരിഗണിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 16, 17 അധ്യായത്തിൽ കാണുമ്പോൾ ദാവീദിനെ പറ്റി നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. പല നിന്ദയുടെയും പരിഹാസത്തിന്റെ നടുവത്തിൽ, പർവ്വത സമമായ വിഷയങ്ങളുടെ നടുവേ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തിന്റെ വിശ്വാസത്തെ ഉറപ്പിച്ച് നിൽക്കുകയും ചെയ്ത ദാവീദിന്റെ ജീവിതത്തെ ദൈവം മാനിച്ച് ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കേ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ വലുതായിരിക്കാം. പർവ്വത സമമായ വിഷയങ്ങളുടെ നടുവിലായിരിക്കാം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി നിൽക്കുന്നത്. പക്ഷേ അതിന്റെ നടുവിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വാസത്തോടെ നിൽക്കുകയും ചെയ്ത ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ അവരുടെ മുമ്പിൽ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ തല ഉയർത്തി ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്റെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. സ്തോത്രം. ഇവിടെ ആരുടെ മുമ്പിൽ വച്ചാണ് അഭിഷേകം ചെയ്തെന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യോഗ്യതയില്ല, കഴിവില്ല, ഒന്നിനും കൊള്ളത്തില്ല, പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ, അതേ സ്തോത്രം, മാറ്റി നിർത്തിയിരുന്ന ദാവീദിനെ ദൈവം അവരുടെ മധ്യത്തിൽ മാനിക്കുവാനായിട്ട് അവരുടെ നടുവിൽ വച്ച് അഭിഷേക തൈലം അവന്റെ മേൽ പകരുവാനായിട്ട് ഇടയെത്തുന്നു. ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് കടന്നു പോകാം. ശമൂവേലിനെ ദൈവം എന്ത് ചെയ്യുന്നു? ഇസ്സായിയുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്തോത്രം.
എന്റെ യഹോവേ ദൈവം ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ തൈലക്കൊമ്പും എടുത്ത് ഇശായുടെ വീട്ടിലേക്ക് കടന്നു പോകാം. ഇശായുടെ മക്കളെ ഞാൻ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു. അവിടെ പറയുന്നില്ല ആരെയാണ് ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ കണ്ടിരിക്കുന്നത് എന്നുള്ള യാതൊന്നും കാര്യവും ശമൂവേലിനോട് യഹോവേ ദൈവം പറയുന്നില്ല. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പുമായിട്ട് ഇശായുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവിടെ ഇശായി തന്റെ മക്കളെയല്ല യോഗ്യന്മാരായി നിൽക്കുന്ന 7 മക്കളെയും അണിനിരയായി അവിടെ നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യഹോവയെ ദൈവം ശമൂവേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യർ നോക്കുന്നത് പോലെയല്ല, മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മനുഷ്യർ നമ്മുടെ മുഖത്തെ നോക്കി പല കാര്യങ്ങളുടെ മധ്യ നിർത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് യാതൊരു കയ്പുമില്ലാതെ ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിലുള്ള ആശ്രയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിനെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. മനുഷ്യർ കാണുന്നത് പോലെയല്ല യഹോവ കാണുന്നത്. മനുഷ്യർ അടുത്ത് നിർത്തുന്നവരെ ദൈവം തള്ളിക്കളയുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ വചനത്തിൽ പറയുന്നു, അവരുടെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവരെ തള്ളിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതെ, ഒരുവനെ മുൻപന്തി കൊണ്ടുവരേണ്ടതിനായിട്ട് മനുഷ്യ യോഗ്യന്മാരായി കണ്ടവരെ ദൈവം തള്ളിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ മുൻപന്തി കൊണ്ടുവരേണ്ട സാഹചര്യത്തെ നിന്റെ മുമ്പിൽ എത്ര യോഗ്യന്മാരുള്ളവരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും നിന്നാലും നിന്നെ മുൻപന്തി കൊണ്ടുവരേണ്ട സമയത്ത് ദൈവം അവരെ തള്ളിക്കളയുവാനായിട്ട് ഇടയത്തരും. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. എത്ര സ്തോത്ര, ഹല്ലേലൂയ. മനുഷ്യർ തള്ളിക്കളഞ്ഞതിനെ മൂലക്കലാക്കി നിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മനുഷ്യർ അവഗണിച്ചതിനെ മുൻപന്തി കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ഞാൻ സ്തോത്രം, ദൈവത്തെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് ഈ പകൽക്കാലം സ്തോത്രം, അവഗണനകളും വേദനകളൊക്കെ വരുമ്പോ നിരാശപ്പെട്ടു പോകണ്ട, ആകുലപ്പെട്ടു പോകണ്ട, ഉറപ്പും ധൈര്യത്തോടും കർത്താവിന്റെ പാദപടത്തിൽ നിൽക്കുക. സ്തോത്രം. അങ്ങനെ 7 പേരെയും അവിടെ നിർത്തി എന്ത് ചെയ്യുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ ദൈവം അവരുടെ മേലൊന്ന് അഭിഷേക തൈലം ഒഴിക്കുവാനായിട്ട് പറഞ്ഞില്ല. എന്റെ ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ 7 പുത്രന്മാരെ ശമൂവിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. മനുഷ്യർ തിരഞ്ഞെടുക്കുന്നവരെ അല്ല പ്രിയ ദൈവമക്കളെ, ദൈവം തിരഞ്ഞെടുക്കുന്നത്. സ്തോത്രം. ഈ പകൽക്കാലം ചില അവഗണനകളും ഒഴിവാക്കപ്പെടലുകളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നീ കാര്യം നീ ഈ പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തവനെ ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവം തിരഞ്ഞെടുത്തവന്റെ മേൽ ആർക്കും പകരപ്പെടാത്ത ചിലതിനെ പകരം. ദൈവം തിരഞ്ഞെടുത്തതിനെ ദൈവം അസാധാരണമായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം, ചില തിരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ മേൽ കിടക്കുന്നു എന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. അവിടെ ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ചോദിച്ചതിനെ ഇനിയുള്ളതിൽ ഇളയവൻ അവൻ ആടുകളെ മേയ്ക്കാകുന്നെന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതേ സ്തോത്രം, ഹല്ലേലൂയ, പന്തിഭോജനം എല്ലാം ഒരുക്കി വച്ചിട്ടാ തന്റെ മക്കളെ അവിടെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അതിന്റെ നടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ശമൂവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ചോദിച്ചപ്പോ അവിടെ ഇശായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഉള്ളതിൽ ഇളയവൻ. ഒഴിവാക്കി കളഞ്ഞതിന്റെ ലിസ്റ്റിനകത്ത ദാവീദ് എന്ന രീതിയിൽ അവിടെ അവഗണിച്ച് കളഞ്ഞതിന്റെ, നിന്ദിച്ച് കളയുന്ന, അവന് ഒന്നിന് കഴിവില്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തെ സ്വന്തം പിതാവിന്റെ വാക്കുകൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവനെ ആടുകളെ മേയ്ക്കുന്നു. അവന് ഇതിനൊന്നും യോഗ്യതയുള്ളവനല്ല, അവന് വെറും ആടുകളെ മേയ്ക്കാൻ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ ആടുകളെ മേയ്ച്ച് അവൻ വനാന്തരത്തിലായിരിക്കുന്നു എന്ന് വെറും നിസ്സാരമായിട്ട്
പ്രിയ ദൈവമക്കളെ, ദൈവം തിരഞ്ഞെടുത്തതിനെ മനുഷ്യർ നിസ്സാരമായി തള്ളിക്കളയും. ഹല്ലേലൂയ. പക്ഷേ ആ നിസ്സാരമെന്ന് തള്ളിക്കളയുന്നവനെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നീ പലരുടെ മുമ്പാകെ ഒരു നിസ്സാരനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അതേ സ്തോത്രം. ഹല്ലേലൂയ. അവഗണിച്ച് മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശമൂവേൽ ഈശോയോട് പറയുന്നുണ്ട്, അവനെ വിളിച്ച് പന്തിക്ക് കൊണ്ടുവന്നിട്ടല്ലാതെ ഞാൻ പന്തിക്ക് ഇരിക്കേ ഇല്ല. സ്തോത്ര. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ഒരു ദൈവം. ദാവീദിനെ ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ആളയിച്ച് വിളിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയെ തീർന്നു. അവിടെ വന്നപ്പോ ഈ സ്തോത്രം, ദൈവം തിരഞ്ഞെടുക്കപ്പെടാത്ത തന്റെ സഹോദരങ്ങൾ, തന്റെ അപ്പൻ എല്ലാരും അവിടെ ഉണ്ട്. അത് മാത്രമല്ല, എന്ത് ചെയ്യുന്നു, അവിടെ എന്തോ ഒരു പന്തി എല്ലാം ഒരുക്കി വച്ചിരിക്കുക. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു സർവശക്തനായ ദൈവം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അതേ അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ മറച്ച് പാറമേൽ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയതേ മക്കളെ, സ്തോത്രം. ചില അവഗണനകളും ചില ഒഴിവാക്കൽ കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. നിന്നെ പാറമേൽ ഉയർത്തുന്ന ഒരു ടൈമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ചിലതിന്റെ മധ്യ ദൈവം നിന്നെ ഒളിപ്പിക്കും, ചിലതിനകത്ത് ദൈവം നിന്നെ മറയ്ക്കുവാനായിട്ട് ഇടയത്തിനും. കാരണം എന്താ? നിനക്കൊരു ഉയർച്ചയുണ്ട്. നിന്നെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ യഹോവയായ ദൈവം പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യുക. അതേ സ്തോത്രം. അടുത്തൊരു ലിസ്റ്റിലേക്ക് പോകാൻ ദൈവം അനുവദിച്ചില്ല. ദാവീദിനെ അഭിഷേകം ചെയ്യുക എന്നൊരു നിയോഗം ശമൂവേലിന്റെ മേൽ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ തന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ അവഗണിച്ചവരുടെ നടുവിൽ വച്ച്, നിന്നെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ വച്ച്, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ വച്ച്, നിന്നെ ഒഴിവാക്കിയവരുടെ നടുവിൽ വച്ച്, നിന്നെ നിസ്സാരൻ എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ നടുവിൽ വച്ച് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയത്തിനോ. അവർ നോക്കി നിൽക്കെ അവരുടെ മേൽ പകരപ്പെടാത്ത ചിലതിനെ ദൈവം നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയത്തിനോ. ഈ പകൽക്കാലം നീ വിശ്വസിക്ക, നീ സാധാരണക്കാരനല്ല, നീ അസാധാരണക്കാരനത്രേ. നിന്റെ മേൽ പകരപ്പെടുന്നത് ദൈവത്തിന്റെ നിയോഗത്താൽ ലഭിക്കുന്ന ചിലതത്രേ. ഹല്ലേലൂയ. ആ അഭിഷേകവുമായിട്ട് നമുക്ക് അടുത്തൊരു ഭാഗത്ത് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് ഗോലിയാത്തുമായ ഒരു ഫൈറ്റിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭത്തെ ആ ഒരു 17 അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിന്റെ നടുവിലൊക്കെയും പലപ്പോഴും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെയും ദാവീദിനെ ഒതുക്കുവാൻ നോക്കുന്ന ഒരു കൂട്ടം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയെ ദൈവത്തെ നിന്ദിച്ച് പരിഹസിക്കുമ്പോ എല്ലാരും ആ വാക്കുകളെ കേട്ട് ഭയപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 17-24 വാക്യത്തിൽ വരുമ്പോ അവനെ കണ്ടപ്പോ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടുവാനായിട്ട് ഇടയെത്തുന്നു. കാരണം അത്രത്തോളം ഫെലിസ്തീനെ കണ്ടല്ലേ ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെടുന്ന ഒരു കൂട്ടം പേരെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവരുടെ നടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ജനം ഭയപ്പെട്ട് ഓടിയവരുടെ മധ്യത്തിൽ അവനെ എന്ത് ചെയ്യുന്നു? ദാവീദ് ധൈര്യത്തോടെ മുന്നോട്ട് വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇതാണ് ദൈവത്തിന്റെ നിയോഗം. ദൈവം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞ അതേ സാധാരണക്കാർ ലോകം ചിലതിനെയൊക്കെ കണ്ട് ഭയപ്പെടുമ്പോ അതിനെ കണ്ട് ഭയപ്പെട്ട് ഓടാത്ത ഒരു സ്തോത്രം വ്യക്തികളാണ് ആരാണ്? ദൈവമക്കൾ എന്ന് പറയുന്നത്. അവരുടെ മേൽ പകരപ്പെടുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ചിലതിലേക്ക് ജയിക്കുവാനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചില്ല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. അവന്റെ മേലൊരു ധൈര്യം, അവന്റെ മേലൊരു ബലം ആ ഒരു സമയത്ത് പകരുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം.
അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ ദാവീദ് വെല്ലുവിളിയുമായിട്ട് മുന്നോട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവിടെ എന്ത് ചെയ്യുന്നു? മൂത്ത ജ്യേഷ്ഠൻ തന്നെ അവനെ കണ്ട് കോപിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകളുള്ളത് നീ ആരുടെ പക്കൽ വിട്ടിട്ട് വന്നു? നിന്റെ അഹങ്കാരം നികളപ്പാവോ? എനിക്കറിയാം, പട കാണുന്നവനല്ലേ നീ, കാണുവാനല്ലേ നീ വന്നു എന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്യുന്നു? വാക്കുകൊണ്ട് അവനെ ഒതുക്കാൻ നോക്കുന്ന ഒരു മേഖല അവിടെ കാണുവാൻ സാധിക്കുന്നു. പക്ഷേ അഭിഷേകം പകർന്നവൻ ഒതുങ്ങുകയല്ല, അവൻ പുറത്തു വരുവാനായിട്ട് ഇടയെത്തുന്നു. അഭിഷേകവും പകർന്നിട്ട് അവൻ വനാന്തരത്തിൽ വീണ്ടും പോയെങ്കിലും അവിടെ വെച്ച് അവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ വർധനവ്, ഹല്ലേലൂയ, ആ സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് പകരപ്പെട്ട അഭിഷേകത്തെ അതിൻ്റെതായ വില കൊടുത്ത് നിലനിർത്തിയ ദാവീദ് അതേ വെല്ലുവിളിയുടെ മുമ്പാകെ, തന്നെ ഒതുക്കാൻ നോക്കിയവരുടെ മുമ്പാകെ അതേ സ്തോത്രം ഒതുങ്ങിപ്പോക്കിയല്ല, അവൻ പുറത്തു വരുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്താണെന്ന് നീ ഈ നാളുകളിൽ തിരിച്ചറിയുവാനായിട്ടിടയായി തീർന്ന ചില വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ, നിന്റെ ദൈവത്തെ ചിലർ നിന്ദിക്കുന്നത് കാണുമ്പോ നീ മൗനമായിട്ടിരിക്കുകയല്ല, നീ ചിലതിന്റെ മധ്യ ധൈര്യത്തോടെ ചെന്ന് നിന്ന് എന്റെ ദൈവത്തെ ഉയർത്തുവാൻ നീ കാണിക്കുന്ന നല്ല മനസ്സിനെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. നിന്നെ ചിലതിനെ പ്രാപ്തനാക്കി തീർക്കുക, ചിലതിനെ ദൈവം നിന്റെ കരത്തിലേക്ക് തരുവാനായിട്ട് ഇടയായി തീരും. അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഇതിലൊന്നും ദാവീദ് ഒതുങ്ങാതെ പുറത്തു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ശൗൽ തന്നെ നീരസപ്പെടുത്തുവാനായിട്ട്, തന്നെ ഒതുക്കുവാനായിട്ട് നോക്കുന്ന ഒരു കാര്യമുണ്ട്. ശൗൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫെലിസ്തനോട് ചെന്ന് അംഗപ്പൊരുവ, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. അതെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ആ ഗോലിയത്തിനെ, ആ ഫെലിസ്തന്റെ പറ്റി വർണ്ണിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അവൻ യോദ്ധാവാകുന്നു, അവൻ ബാല്യം മുതൽ ഇതെല്ലാം പരിശീലിച്ചു വരികയാണ്. നീ പക്ഷെ എവിടെയാണ്? നീ വനാന്തരത്തിലാണ് എന്ന് പറഞ്ഞ് ഇവന്റെ കഴിവുകളെ, ഇവന്റെ മേൽ പകരപ്പെട്ടതിനൊക്കെ ഒതുക്കുവാൻ നോക്കി നിന്നെ കൊണ്ട് അവനോട് പൊരുതുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, അടിയൻ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു കൂട്ടത്തിൽ ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്നു, അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു എന്ന് പറഞ്ഞു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ചു അടിച്ചു കൊന്നു. അങ്ങനെങ്കിൽ ആ തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. താൻ വനാന്തരത്തിലായിരുന്നപ്പോ തന്നെ ദൈവം ഉപയോഗിച്ച ഭാഗത്തെ പറ്റി താൻ ഓർക്കുവാനും ദൈവത്തിൽ ഒരു വിശ്വാസത്തോടു കൂടി ചിലത് പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു ഭാഗത്തിൽ നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ പറയും, ദാവീദ് പിന്നെയും പറയുന്ന ഒരു കാര്യമുണ്ട്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു, യഹോവ ഈ ഫെലിസ്തന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. കഴിഞ്ഞത് ഈ പൽക്കൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ ചിലത് നിന്നെ കടിച്ചു കീറുമെന്ന് പറഞ്ഞ് ചില പ്രതികൂലങ്ങൾ നിന്റെ മുമ്പ് കടന്നു വന്നപ്പോ, പ്രിയ ദൈവമക്കളെ, ഒരു പോറിൽ പോലും ഏൽക്കാതെ നിന്നെ അതിന്റെയൊക്കെ കയ്യിൽ നിന്ന് പിടിവിച്ചുവെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലതിന്റെ അകത്ത് നിന്നും എന്റെ ദൈവം തമ്പുരാൻ നിന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ പകൽക്കാലം നിന്റെ ഉള്ളത്തിമേ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അതാ ദാവീദിനെ വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയെത്തുന്നത്. തന്റെ മുമ്പിൽ കടിച്ചു കീറുവാൻ, തന്റെ ആടുകളെ പിടിച്ചു കൊണ്ടുപോകാൻ വന്ന സിംഹത്തിന്റെ കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതായ ദൈവം. ഹല്ലേലൂയ. അതേ സ്തോത്രം, ഈ ഫെലിസ്തന്റെ കയ്യിൽ നിന്നും രക്ഷിക്കും, ഈ ഫെലിസ്തനെ എന്റെ കയ്യിൽ തരും. ഹല്ലേലൂയ എന്നൊരു ഉറപ്പ് എന്ത് ചെയ്യുന്നു? ദാവീദിന് മേലുണ്ട്. ഇതിന്റെ ഒരു പരിശീലന കളരിയായിരുന്നു വനാന്തരത്തിൽ. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ നീ ആയിരിക്കുന്ന ഇടത്ത് ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ അത് നിന്നെ തകർത്തു കളയുവാനല്ല, അതെ, നീ ചില ഇടത്ത് യോദ്ധാവിനെ പോലെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ചിലതിനെ കീഴടക്കുവാനുള്ള ഒരു സ്തോത്രം, ഒരു പരിശീലന കളരി എത്രേ ഇന്ന് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രശ്നങ്ങൾ, ഇന്ന് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതികൂലങ്ങൾ. ഇത് കണ്ട് നീ പതറിപ്പോകണ്ട. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ ഒരു ശക്തിയോട് കൂടി നീ അടുത്ത ഒന്നിനെ ജയിച്ച് കയറാനായിട്ട് ഉണ്ട് എന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരോട് ദൂത് വിളിച്ച് പറയുക. ഹല്ലേലൂയ.
അതേ പ്രിയതേ മക്കളെ സ്തോത്രം, നിന്റെ മേൽ ചിലത് കടന്നു വരുന്നത്, ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില വേദനകൾ, ചില കഷ്ടങ്ങൾ കടന്നു വരുന്നത് നീ അതിനകത്ത് തകർന്നു പോകുവാനല്ല, അതിനകത്തുനിന്ന് നീ ജയിച്ച് ജയവീരനായിട്ട് പുറത്തു വന്നിട്ട് അതിനേക്കാൾ ശക്തനായി നിൽക്കുന്ന ചിലതിനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരുടെ മേലൊക്കെ ആ ദൈവത്തിന്റെ അഭിഷേകത്തെ ഈ പകൽക്കാലം നിന്റെ മേൽ പകരുക. സ്തോത്രം. നീ പരാജയപ്പെടുകയില്ല. സ്തോത്രം. നീ ജയിച്ചു പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയതേ, കഴിഞ്ഞ നാളുകളിൽ നിന്നെ തകർക്കാം കടന്നു വന്ന ചിലതിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചുവെങ്കിൽ ഈ നാളുകൾ നീ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് നീ പകൽക്കാലം തിരിച്ചറിഞ്ഞു കൊള്ളുക. സ്തോത്രം. ആ ഒരു ഉറപ്പ് നിന്റെ മേൽ ഈ പകൽക്കാലം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ദാവീദ് ഇതിലൊന്നും അധൈര്യപ്പെട്ടു പോകാൻ താൻ പുറത്തു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഫെലിസ്ത്യർ ദാവീദിനെ നോക്കി നിന്ദിക്കുന്ന ഒരു അനുഭവമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അവിടെ 42 വാക്യത്തിൽ കാണുന്നു, ഫെലിസ്ത്യർ നോക്കി ദാവീദിനെ കണ്ടപ്പോ അവന് നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപിയായിരുന്നു. ഫെലിസ്ത്യർ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദൈവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവിടെ കാണുവാൻ സാധിക്കും, ദാവീദ് അതിന് മറുപടിയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളുകുന്തവുമായി ബിന്ദവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ഹല്ലേലൂയ ജഡീയങ്ങളല്ല. സ്തോത്രം. ഹല്ലേലൂയ. കോട്ടകളെ വാഴ്ചകളെ തകർക്കുവാനായിട്ടുള്ള ആത്മാവിന്റെ ആയുധങ്ങൾ എത്ര. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആത്മാവിന്റെ ആയുധം ധരിച്ച് നീ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചിലതിനെ എന്റെ ദൈവം തമ്മിൽ നിന്നെ കൊണ്ട് കീഴടക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. വലിയ സൈന്യമായിരിക്കാം. അതുകൊണ്ട് വചനത്തിൽ പറയുന്ന, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടണ്ട, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ. നീ നിന്നു കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ദൈവത്തിന്റെ മുഖത്തെ നോക്കി നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ദാവീദ് ഒരു കവണയും കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു, ഫെലിസ്ത്യനെ കൊന്നുമുടിച്ചു. എന്ന ദാവീദിന്റെ കൈ വാളില്ലായിരുന്നു. അതേ, വാളില്ലാതിരിക്കെ, ഈ ലോകത്തിന് യാതൊരു ആയുധവും ഇല്ലാതിരിക്കെ ദാവീദിനെ ഫെലിസ്ത്യനെ കൊല്ലുവാൻ ദൈവം ഇടയാക്കി തീർത്തുവെങ്കിൽ നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകം, നീ ദൈവവുമായിട്ട് നിൽക്കുന്ന ഒരു ബന്ധം മതിയെ നിന്നെ ചിലതിന്റെ മുമ്പിൽ ജയിപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ദാവീദിനെ ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് കൊണ്ട് എത്തിച്ചതിനൊരു കാരണം ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ ദൈവത്തിൽ ഭയങ്കരമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസമാണ് ദാവീദിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. കാണുവാൻ സാധിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. ആരുടെ നിർബന്ധം ഇല്ലാതെ വനാന്തരത്തിൽ നിൽക്കുമ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനസ്സ് തന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കും വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം ദാവീദിന്റെ മേൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് അടുത്ത് മാത്രം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തോട് കഴിഞ്ഞ നാളുകളെ ദൈവം ചെയ്തതായ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. അതിനെ ഓർത്ത് എന്ത് ചെയ്യുന്നു, താൻ ബലപ്പെടുന്ന ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കഴിഞ്ഞ നാളുകൾ ഒരു സിംഹവും കരടിയൊക്കെ എന്റെ നേരെ വന്നു, അതിന്റെ കൈ നിന്ന് രക്ഷിച്ചു എന്ന്. സ്തോത്രം. ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നീ ഓർക്കണം, കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിടുവിച്ച ദൈവം നമ്മുടെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും അല്ല. പ്രിയതേ മക്കളെ, പല പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ ജയിച്ചു വന്നത് നമ്മുടെ മേൽ കൂടെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ തന്ന് ദൈവം നമ്മെ നടത്തിയത് കൊണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നമുക്ക് ജയം തന്ന് നമ്മൾ പലർക്കും പരാജയപ്പെടുമെന്ന്, പലയിടത്തും തല കുനിക്കുമെന്നൊക്കെ ഹല്ലേലൂയ സ്തോത്രം ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒക്കെയും സ്തോത്രം നമ്മെ തല ഉയർത്തി നിർത്തിയത് നമ്മോട് കൂടെ ഇരുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ടാ, ജയവീരനായിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ടാ. അതിനെ ഓർത്ത് നീ ധൈര്യപ്പെടുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. അതേ സ്തോത്രം. അവിടെ
കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ശക്തി, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ശക്തി ലഭിക്കുകയും ചെയ്തതിനെ ഓർത്ത് എന്ത് ചെയ്യുന്നു, ദൈവത്തോടുള്ള വിശ്വാസം ദാവീദ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതെ, അങ്ങനെയൊക്കെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര ഹല്ലേലൂയ, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ നമുക്കൊന്നിനും കഴിയത്തില്ല. അതേ, മനുഷ്യൻ നമ്മെ അവഗണിച്ച് കളയും പോലും, നിന്നെ ഒന്നിനും യോഗ്യനില്ല എന്ന് പറഞ്ഞ് കളയും പോലും. പ്രിയ ദൈവമക്കളെ, ദാവീദിന്റെ മേൽ 16-ാം അധ്യായത്തിൽ അഭിഷേകത്തെ പകർന്ന ദൈവം, അതേ സ്തോത്ര, അവിടെ കൊണ്ട് മാനിക്കുക മാത്രമല്ല ചെയ്തത്, 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ സകലെ കണ്ട് ഭയപ്പെട്ട് നിന്ന ഫെലിസ്തനെ കൊന്ന് മുടിക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത്, നിന്ദിച്ച് പരിഹസിച്ച് അവഗണിച്ച് അവൻ ആടുകളെ മേയ്ക്കുകയാണെന്ന് പറഞ്ഞ് നിസ്സാര വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരോട് ബാക്കി പരിചയപ്പെടുത്തി കൊടുത്ത ദാവീദിനെ അത്രയും ദൈവം ഉപയോഗിക്കുവാനായിട്ടിരുന്ന ഈ പകൽക്കാലം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ ഓഫീസിനകത്ത് നിന്നെ കഴിവില്ല എന്ന് പറഞ്ഞ് നിന്നെ അവഗണിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം, നിന്റെ ഭവനത്തിനകത്ത് നിനക്കൊന്നിനും കഴിവില്ല, നീ ഏറ്റവും ഇളയവനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും പ്രാപ്തിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രിയ ദൈവമക്കളെ, കാലം കഴിയുമ്പോ, ഹല്ലേലൂയ, ചില കാലങ്ങൾ കഴിയുമ്പോ നിന്നെ ദൈവം തിരഞ്ഞെടുത്തുവെന്ന്, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ദൈവത്തവരെ തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് സ്തോത്ര ഒരു സാധാരണ അഭിഷേകമല്ല. ആ അഭിഷേകത്തെ നീ ക്യാരി ചെയ്യാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തിന് വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തയ്യാറാക്കുക. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നീ വർദ്ധിച്ചു വരുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്നെ അവഗണിച്ചവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ പരിഗണിക്കും. സ്തോത്ര, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ ചിലർ ഭയപ്പെട്ടിരുന്നതിനെ നീ ഭയപ്പെടാതെ ജയിക്കുവാനായിട്ടിടയായിത്തീര. ചില വെല്ലുവിളികളെ ചിലർ ഭയപ്പെട്ട് കാണുമായിരിക്കാം, പക്ഷേ അതേ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദാവീദിനെ ദൈവത്തോട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു, അതുകൊണ്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവാൻ പറഞ്ഞ അതേ പ്രിയ ദൈവമക്കളെ, സ്തോത്ര, ഈ പകൽക്കാലം ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. നീ ചിലതിന്റെ മധ്യ ഭയം കൂടാതെ വേണ ചിലതിന് ജയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, പർവ്വതസമമായ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ നീ തളർന്നു പോകാതെ, സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, എന്നാ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ചിലതൊക്കെ നമ്മിൽ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, അത് മാത്രമല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിത്തീരും. നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ബലഹീനനാണ്, നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞവരുടെ നത്തി നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അതേ സ്തോത്രം, നിനക്ക് വേണ്ടി വാദിക്കുവാനോ നിനക്ക് വേണ്ടി പ്രതിവാദം പറയുവാനോ നിന്റെ കൂട്ടിന് നിൽക്കുവാനോ ആരും കാണത്തില്ലായിരിക്കും, പക്ഷേ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിന്നെ അവഗണിച്ചവരുടെ നാട്യത്തിൽ ദൈവം നിന്നെ പരിഗണിക്കും. ഹല്ലേലൂയ, അതേ സ്തോത്രം, ദൈവം നിന്നെ പരിഗണിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നീ ഏതോ വനാന്തരത്തിൽ ആയിരുന്നാലും, നിന്നെ ആരൊക്കെ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാല്, നിന്നെ ആരൊക്കെ ഒതുക്കി വയ്ക്കാൻ നോക്കിയാലും തക്ക സമയത്ത് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിട്ടിടയെത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നിങ്ങളെ അവഗണിച്ചവരുടെ നടുവേ ദൈവം നിങ്ങളെ പരിഗണിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ കരകൾ തരുന്നു. കർത്താവേ, അവഗണിച്ചവരുടെ മധ്യത്തിൽ, ഒഴിവാക്കിയവരുടെ മധ്യത്തിൽ, മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ തന്റെ ജനത്തെ ദൈവം തമ്പുരെ പരിഗണിക്കണമേ. അപ്പാ സ്തോത്രം, മുമ്പന്മാരെ പിൻപന്മാരാക്കുന്ന ദൈവം, പിൻപന്മാരെ മുൻപന്മാരാക്കുന്ന ദൈവം, ഈ പകൽക്കാലം ചിലരുടെ നടുവിൽ, ചില നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ, ഹല്ലേലൂയ, ഈ പകൽക്കാലം തന്റെ ജനത്തെ ദൈവം മാനിക്കണമേ. എന്റെ സ്വർഗത്തിലെ ദൈവം അവരെ ചിലതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ കൃപ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടണം. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. ഈ പകൽക്കാല രോഗാവസ്ഥയിലായിരിക്കുന്നവരെ എന്റെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി കൊണ്ട് അവരെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ ശക്തി കൊണ്ട് അവരുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ സംഭവിക്കട്ടെ. ചിലതിനെ അവരെ പ്രാപ്തരാക്കി തീർക്കട്ടെ. ആ രോഗശക്തികളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ കർത്താവേ. പലവിധ വിഷയത്തിന്റെ നടുവേ ഭാരത്തോട് പ്രാർത്ഥിക്കുവാനിട്ടിരിക്കുന്ന സകലരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര അപ്പ ഈ പകൽക്കാലം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടപ്പ. അത്ഭുതങ്ങൾ നടക്കട്ടപ്പച്ച, വിടുതലുകൾ നടക്കട്ടെ. ചിലതിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് വിടുവിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കര തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മാനോ മഹത്വം പോയച്ചേയും അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.